ദിലീപിനെ നായകനാക്കി ധനഞ്ജയൻ ശങ്കർ സംവിധാനം ചെയ്യുന്ന ഫഫബ എന്ന ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂളിൽ മോഹൻലാൽ പങ്കെടുക്കുന്ന രംഗങ്ങൾ ചിത്രീകരിക്കാനാണ് തീരുമാനമത്രേ. ധ്യാൻ ശ്രീനിവാസൻ, ശരണ്യ പൊൻവണ്ണൻ, സിദ്ധാർത്ഥ് ഭരതൻ, ബാലു വർഗീസ്, തമിഴ് താരം റെഡിൻ കിങ്സ്ലി തുടങ്ങിയ വമ്പൻ താരങ്ങളും അണിനിരക്കുന്നു. കോയമ്പത്തൂരിലായിരുന്നു ആദ്യഘട്ട ചിത്രീകരണം. അഭിനേതാക്കളായ ഫഹീം സഫറും നൂറിൻ ഷെരീഫും ചേർന്നാണ് രചന. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് നിർമ്മാണം. ദിലീപും വിനീത് ശ്രീനിവാസനും കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ഫഫബയിലാണ് മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തുന്നത്. ഒരു സാധാ അതിഥി വേഷം അല്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ക്യാമിയോ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. ഈ ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂളാണ് മോഹൻലാൽ പങ്കെടുക്കുന്ന രംഗങ്ങൾ ചിത്രീകരിക്കാൻ തീരുമാനം ആയിട്ടുള്ളത് എന്നും പറയപ്പെടുന്നു. വിനീത് ശ്രീനിവാസന്റെ ശിഷ്യനായി സിനിമയിലെത്തിയ ആളാണ് ധനഞ്ജയ് ശങ്കർ. ധനഞ്ജയ് ശങ്കറാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. പുലിമുരുകലിൽ വൈശാഖിന്റെ സംവിധാന സഹായിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ജേക്കബിന്റെ സ്വർഗരാജ്യം, ലവ് ആക്ഷൻ ഡ്രാമ ഹൃദയം, ഫിലിപ്സ്, എങ്കിലും ചന്ദ്രിയ തുടങ്ങിയ സിനിമകളിലും സഹായിയായി പ്രവർത്തിച്ചു. അതേസമയം പുതുവർഷത്തിൽ യുവ സംവിധായകരുടെ ചിത്രങ്ങളുടെ ഭാഗമാകുകയാണ് മോഹൻലാൽ. എന്തായാലും ദിലീപിന്റെ സിനിമയിൽ മോഹൻലാലൊക്കെ വരുന്നത് സിനിമാ ലോകത്ത് വലിയ രീതിയിൽ വാർത്തയായിട്ടുണ്ട്. അത് ദിലീപിന്റെ സിനിമയ്ക്ക് പോസിറ്റീവായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. എന്നാൽ ദിലീപ് വീണ്ടും വിവാദങ്ങളിൽ പെട്ടു എന്നതാണ് അടുത്തിടെ കാണാൻ സാധിച്ചത്. നടൻ ശബരിമലയിൽ എത്തിയപ്പോൾ അത് വലിയ വിവാദമായി മാറി. അതിനെ തുടർന്ന് ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. നടൻ ദിലീപിന്റെ ശബരിമല ദർശനത്തിൽ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി വന്നിരിക്കുകയാണ്. ദിലീപിനായി മറ്റ് ഭക്തന്മാരെ തടഞ്ഞത് വിമർശിച്ച കോടതി എന്ത് പ്രത്യേക പരിഗണനയാണ് ഇത്തരം ആൾക്കാർക്കുള്ളതെന്നും വിഷയം ഗൗരവതരമാണെന്നും വ്യക്തമാക്കി. ഹരിവരാസനം പാടി നടയടക്കുന്ന നേരത്താണ് ദിലീപും സഹോദരനും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയും സന്നിധാനത്ത് ദർശനം നടത്തിയത്. ഇവർക്ക് ദർശനം നടത്തുന്നതിനായി മുൻനിരയിൽ ഉണ്ടായ ഭക്തരെ തടഞ്ഞിരുന്നു. 10 മിനിറ്റിലേറെ മുൻനിരയിൽ തന്നെ നിന്ന് ദർശനം നടത്തിയ ദിലീപ് മറ്റ് ഭക്തരുടെ ദർശനത്തിനും ക്യൂ നീങ്ങുന്നതിനും തടസ്സം സൃഷ്ടിച്ചെന്നാണ് ആരോപണം. അതിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച കോടതി ഭക്തരെ തടയാൻ ആരാണ് അനുവാദം നൽകിയതെന്നും ചോദിച്ചു. ഹരിവരാസനം പാടി നട അടയ്ക്കുന്ന സമയം എന്നത് ആ ദിവസത്തെ ദർശനം ലഭിക്കുന്ന അവസാന സമയമാണ്. എന്തടിസ്ഥാനത്തിൽ ഒന്നാം നിര ബ്ലോക്കാക്കി വെച്ചു? എന്തിന് മറ്റു ഭക്തർക്ക് മാർഗദർശനം ഉണ്ടാക്കിയെന്നും കോടതി ചോദിച്ചു. ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ രൂക്ഷ വിമർശനം ഉണ്ടായ സാഹചര്യത്തിൽ VIP ദർശന വിവാദത്തിൽ 4 പേർക്കെതിരെ ദേവസ്വം ബോർഡ് കർശന നടപടി സ്വീകരിച്ചിരുന്നു. ഉദ്യോഗസ്ഥർക്കും വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. വിശദീകരണം കേട്ട ശേഷം തുടർ നടപടി സ്വീകരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, 2 ഗാർഡുകൾ എന്നിവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ ദിലീപിനെ അനുഗമിക്കുകയും ശ്രീകോവിലിന്റെ മുന്നിലെത്തിച്ച് ദർശനം നടത്തിപ്പോകാനുള്ള അവസരം ഒരുക്കിയെന്നുമുള്ള ആക്ഷേപമാണ് ഉയർന്നത്. ശബരിമലയിൽ ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ എത്തുന്ന എല്ലാ ഭക്തരും സമന്മാരാണ്. എല്ലാവർക്കും വെർച്വൽ ക്യൂ വഴിയാണ് അവിടെ ദർശനം അനുവദിക്കുന്നത്. അതുകൊണ്ട് ആ രീതിക്ക് കാര്യങ്ങൾ നടക്കണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. വ്യാഴാഴ്ച സുനിൽ സ്വാമിയുടെ കേസിന്റെ വിധിന്യായം പുറത്തുവന്നപ്പോൾ അതിലും ഇക്കാര്യം കോടതി എടുത്തു പറഞ്ഞിരുന്നു.